ഹായ് ഗൈസ്, എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയതും ഇനി ഉണ്ടാക്കാൻ പോകുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചതായിട്ടുള്ള ഇറച്ചിപ്പത്തിലെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഷോപ്പിൽ നിന്നൊന്നും ഇനി വാങ്ങൂല, കാരണം അത്രയും ടേസ്റ്റ് ഉള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം. അണിയൻ സോട്ടയായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അത് ഒരു പച്ചമണം മാറുന്നവരെ കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ബീഫിന്റെ ഇറച്ചിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. സോ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും മിന്റും കൊറിയാണ്ടറും കറി ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നോർമൽ മൈദ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെ പരത്തി അതിലേക്ക് നമ്മൾ ഈ മസാല വെച്ച് ഇതുപോലെ മടക്കിയിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നെ പോലെ പരത്താൻ അറിയാത്ത ആൾക്കാർക്ക് പറ്റിയ പരിപാടി ഇത് കട്ട് ചെയ്യല്. സോ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല മൊഞ്ചാക്കി നമ്മൾ ഇതിന് പല്ലെടുക്കാന്ന് പറയാന് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണേ.